ടെക്സ്റ്റ് ബുക്ക് മാറി ബ്രിഡ്ജ് കോഴ്സ് വേണം, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒഴിവാക്കി. എന്നാൽ പരപ്പളവിൽ നിന്നുള്ള ക്വസ്റ്റ്യന് നമുക്ക് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകളിൽ ചോദിക്കുകയും ചെയ്യും. ആകെ സീനായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് 9ാം ക്ലാസ്സിലെ കുട്ടികളുള്ളത്. പക്ഷെ ഒന്നും പേടിക്കേണ്ട, പരപ്പളവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് നിസ്സാരമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാരലൽ ലൈൻസിൽ വരുന്ന ഏത് ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യനും സെറ്റ് ചെയ്യാൻ പറ്റും മക്കളെ. സോ ഈ ഒരു ചെറിയ വീഡിയോ എന്ത് ചെയ്യുക, അടിപൊളിയായി പവർഫുള്ളായി ഫുള്ളായിട്ട് കണ്ടിരിക്കുക. സോ നമ്മൾ ഒരു ഡിലേയും ഇല്ലാതെ ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കുന്നു. സർ, ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത് വായിക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് പോവുകയാണ്. സർ, ഞങ്ങൾക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് സാർ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് സാർ. സോ ഈ നിങ്ങൾ ഈ റെഡ് ട്രയാങ്കിൾ നോക്കി, ഓക്കെ പോട്ടെ, ഈ യെല്ലോ ട്രയാങ്കിൾ മക്കൾ നോക്കുമ്പം നമുക്ക് മനസ്സിലായി അതിൻ്റെ ഒരു എന്താണ്, ഇതിൻ്റെ ബേസ് എന്താണ്. ഞാൻ പേരും കൂടി കൊടുക്കണം അല്ലേ ഇവിടെ, എ ബി. ഓക്കെ, ബേസ് എന്താണ് ഇതിൻ്റെ? ഈ യെല്ലോ ട്രയാങ്കിൾ നോക്കുമ്പോൾ ഇതിൻ്റെ ബേസ് ആരാണ്? എ ബി ആണ്. സോറി, യെല്ലോ അല്ല, ഈ ഒരു വൈറ്റ് ട്രയാങ്കിൾ നോക്കുമ്പോൾ അതിൻ്റെ ബേസ് ആരാണ്? എ ബി ആണ്. സർ, ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇവനാണ് എന്ത്, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ സർ, ഞങ്ങൾ ഈ ബ്ലൂ ട്രയാങ്കിൾ നോക്കുമ്പോൾ അതിൻ്റെയും ബേസ് ആര് തന്നെയാണ്? എ ബി ആണ്. ആൻഡ് ഹൈറ്റ് ആര് തന്നെയാണ്? ഇവൻ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ നോക്കുമ്പോഴും ബേസ് സെയിം ആണ്. ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇത് തന്നെയാണ് എന്ത് വരുന്നത്? ഹൈറ്റ് വരുന്നത്. വിച്ച് മീൻസ് ഈ 3 ട്രയാങ്കിളിനും എന്താണ്? ബേസ് സെയിം ആണ്, ഹൈറ്റ് സെയിം ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് ആകെ വേണ്ടത് ബേസിനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ച് അതിൻ്റെ പകുതി എടുക്കുക എന്നുള്ളതാണ്. സോ ബേസും ഹൈറ്റും ഏതൊക്കെ ട്രയാങ്കിളിൽ സെയിം ആയി വരുന്നോ ആ ട്രയാങ്കിളിനെല്ലാം എന്തായിരിക്കും? സെയിം ഏരിയ അല്ലെങ്കിൽ പരപ്പളവായിരിക്കും. സോ മക്കൾക്ക് മനസ്സിലായി, ഇവിടെ ഈ റെഡ്, വൈറ്റ്, ബ്ലൂ എല്ലാ ട്രയാങ്കിളിനും എന്തായിരിക്കും സർ? സെയിം ഏരിയ അല്ലെങ്കിൽ പരപ്പളവായിരിക്കും. ആൻഡ് അത് ഒന്നും കൂടി വൃത്തിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിൻ്റെയും ഹൈറ്റ് സെയിം ആണ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ എല്ലാത്തിൻ്റെയും ഹൈറ്റ് സെയിം ആവണമെങ്കിൽ ഒരു കാര്യമുണ്ട് ഇവിടെ. എന്ത്? ഈ 2 ലൈൻസ് എന്തായിരിക്കണം? പാരലൽ അല്ലെങ്കിൽ സമാന്തരമായിരിക്കണം. നമുക്കറിയാം ഒരു 2 സമാന്തര വരകൾക്കിടയിലുള്ള ഗ്യാപ്പാണ് എല്ലായ്പ്പോഴും എന്താവുന്നത്? സെയിം അല്ലെങ്കിൽ ഈക്വലായി വരുന്നത്. സോ ഈ ഹൈറ്റ് എല്ലാം ഈക്വലായി വരണമെങ്കിൽ ഈ ഒരു ബേസിന് പാരലലായിട്ടായിരിക്കണം ഈ ലൈൻ ഉണ്ടാവേണ്ടത്. ആൻഡ് ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാം നമുക്ക് മനസ്സിലാവും. ഓൾ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ബേസ് ആൻഡ് വിത്ത് ദ തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദിസ് ഹാവ് ദ സെയിം ഏരിയ എന്നാണ് ആ ബ്യൂട്ടിഫുൾ പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ട്രയാങ്കിളും വിത്ത് ദ സെയിം ബേസ് ഉള്ള എല്ലാ ട്രയാങ്കിളും, അത് മാത്രമല്ല സെയിം ബേസ് ഉള്ള എല്ലാ ട്രയാങ്കിളും ആൻഡ് ആ കൂട്ടത്തിൽ തന്നെ ഈ ട്രയാങ്കിളിൻ്റെയൊക്കെ തേർഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത് എവിടെയുമാണെങ്കിൽ ഈ ബേസിന് പാരലലായിട്ടുള്ള ലൈനിലുമാണെങ്കിൽ ഈ ട്രയാങ്കിൾസിനെല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഞാൻ ഇതേ ബേസ് തേർഡ് വെർട്ടെക്സ് അല്ലെങ്കിൽ മൂല ഇവിടെയുമാക്കി എടുത്തിട്ട് ഇങ്ങനെ ഒരു യെല്ലോ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനും എന്തായിരിക്കും? ഇതിൻ്റെ അതേ സെയിം ഏരിയ ആയിരിക്കും. സോ മക്കൾസ് എന്താ മനസ്സിലാക്കേണ്ടത്? സർ, ഈ പോയിന്റ് ആണ് മനസ്സിലാക്കേണ്ടത്. ഒരേ പാദവും 3ാം മൂലകളെല്ലാം പാദത്തിന് സമാന്തരവുമായ വരയിലുമായ എല്ലാ ട്രയാങ്കിൾസിനും എന്തായിരിക്കും സർ? സെയിം ഏരിയ അല്ലെങ്കിൽ പരപ്പളവായിരിക്കും. ഈ പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? നിങ്ങളോട് പറയും 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ ലെങ്ത്തിൽ എന്ത് വരയ്ക്കാൻ പറ്റും? 67. ഓക്കെ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ ലെങ്ത്തിൽ നിങ്ങളോട് എന്ത് വരയ്ക്കാൻ പറയും? ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറയും. അപ്പം മക്കൾക്ക് അറിയാലോ അതെങ്ങനെ വരയ്ക്കാന്ന്. ആദ്യം ഒരു 5 സെന്റിമീറ്റർ വരയ്ക്കും. എന്നിട്ട് കോമ്പസിൽ എത്ര എടുക്കും? 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് ഇടും. അപ്പോൾ എന്നിട്ടോ കോമ്പസിലെടുത്ത് 7 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെ മാർക്ക് ഇടും. സോ ഇതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 6 സെന്റിമീറ്റർ, ഇത് 7 സെന്റിമീറ്റർ. ഇനി നമ്മളോട് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാന്നോ? ഇതേ ഏരിയ പരപ്പളവുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം എന്ന് നമ്മളോട് പറയും. സോ ഇതേ ഏരിയ പരപ്പളവുള്ള ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ ബേസ് പാദത്തിന് പാരലലായിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കണം. ആൻഡ് ഈ ലൈനിൻ്റെ മുകളിൽ എവിടെ തേർഡ് വെർട്ടെക്സ് എടുത്തിട്ട് ഈ ബേസിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഒക്കെ ഏരിയ എന്തായിരിക്കും എന്ന് മക്കൾക്ക് അറിയാം? സെയിം ആയിരിക്കും എന്നറിയാം.
പക്ഷേ അവർ ഒരു കണ്ടീഷനും കൂടെ തരികയാണ്, ഇതിൻ്റെ സെയിം ഏരിയ ആയാൽ മാത്രം പോരാ, ഒരു സൈഡ് 8 സെൻറ്റിമീറ്ററും കൂടെ ആവണം എന്നാണ് നമ്മളോട് പറയുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പസിൽ 8 സെൻറ്റിമീറ്റർ എടുക്കുക. പാദം മാറാൻ പാടുണ്ടോ? ഇല്ല. 8 സെൻറ്റിമീറ്റർ എടുക്കുന്നു, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു. സോ ഇതെവിടെയാണോ കൂട്ടിമുട്ടുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. സോ ഇത് 8 സെൻറ്റിമീറ്റർ ഇനി ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന് എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ സെയിം ഏരിയ ആയിരിക്കും. ഇനി അതല്ല, അവന്മാരെ നമ്മളോട് പറയാണ് ഇതിൻ്റെ അതേ ഏരിയ ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണം വരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ബേസ് മാറാൻ പാടുണ്ടോ? ഇല്ല. മട്ട ത്രികോണമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. സോ ഈ ബേസിൽ നിന്ന് നമ്മൾ 90 ഡിഗ്രിയിൽ മുകളിലോട്ട് പോയിട്ട് ഈ പാരലൽ ലൈനിൻ്റെ മുകളിൽ തട്ടും. സോ ഇതാണ് നമ്മളുടെ തേർഡ് വെർട്ടെക്സ്. ഇനി ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ മതി. സോ ദിസ് ഈസ് അവർ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇതാണ് നമ്മളുടെ മട്ട ത്രികോണം എന്ന് പറയുന്നത്. സെറ്റാണല്ലോ. സോ ഈ ഒരു പോർഷൻ എല്ലാവർക്കും സെറ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കൽ കൂടെ ആ പോയിന്റ് പറയാം. ഒരേ പാദവും തേർഡ് വെർട്ടെക്സ് പാദത്തിന് അല്ലെങ്കിൽ ബേസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലുമായ എല്ലാ ട്രയാങ്കിൾസിനും എന്താണ്? സെയിം ഏരിയയാണ് എന്ന ഒരു അടിപൊളി പോയിന്റ് മക്കൾ മനസ്സിലാക്കുക. ആൻഡ് ഒരു കിടുക്കാച്ചി പോയിന്റും കൂടിയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു ട്രയാങ്കിൾ ഉണ്ട്. ഹിസ് നെയിം ഈസ് ABC എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ എൻ്റെ കയ്യിലുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ്, ഒരു മൂല എ. ആ എയിൽ നിന്ന് ഞാൻ എതിർവശത്തേക്ക് എന്ത് ചെയ്യുന്നു? ഒരു വര വരയ്ക്കുന്നു. എതിർവശത്തേക്ക് ഒരു വര വരച്ചപ്പോൾ എതിർവശം 2 പീസായി സാറേ. എന്താണ് ആ പീസിൻ്റെ പേര്? BD/DC. ആ BDയും DCയും തമ്മിലുള്ള റേഷ്യോ, അംശബന്ധം ഉണ്ടല്ലോ, എന്താണ്? BD/DC. അതേ അംശബന്ധമായിരിക്കും ആര് തമ്മിൽ എന്നറിയോ? ഇവിടെയുള്ള ഈ ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെയും ഇവിടെയുള്ള ഈ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെയും ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് തമ്മിലുണ്ടാകുക. ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ പറയാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD. അതാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. വെറുതെ ട്രയാങ്കിൾ നേരിയ ട്രയാങ്കിൾ ഞാൻ കളർ കൊടുത്തുകൊണ്ട് അതിൻ്റെ അർത്ഥം ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD. അത് ഞാൻ പറയുന്ന അർത്ഥം നിങ്ങളെ ടീച്ചർക്ക് ആ അർത്ഥം അറിയുന്നുണ്ടാവില്ല, നിങ്ങളെ പേപ്പർ നോക്കുന്നത്. സോ പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ പച്ച ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക? മൊത്തമായിട്ട് ചെയ്ത ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD എന്ന് ഞാൻ ഒന്ന് ഷോർട്ടാക്കിയതാണ്. ആൻഡ് ഈ ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയയും അതുപോലെ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിൽ, രണ്ടാമത്തെ ട്രയാങ്കിൾ ACD. ഓക്കെ. സോ ഒറ്റ പ്രാവശ്യത്തോട് പറയുന്നു, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് കട്ടാവുന്ന റേഷ്യോ എന്താണ് ഇവിടെ? BD/DC. അതേ റേഷ്യോ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന 2 ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിൽ. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB, ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ആൻഡ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയൂലെങ്കിൽ നിങ്ങൾ ഈ എക്സാം തന്നെ എഴുതാൻ പോകുന്നതിൽ ഒരു അർത്ഥമില്ല മക്കളെ. അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന കാര്യം. നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഹോളിൽ നിങ്ങൾ തൂഫാനാക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടില്ല. ആൻഡ് ആ ഒരു സംഭവം നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു പോയിന്റിലേക്ക് ഒന്നും കൂടി വരുമ്പോൾ നമുക്കിത് കുറച്ചുകൂടി ക്ലിയർ ആവും. എ ലൈൻ ഡ്രോൺ ഫ്രം വൺ വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്ന്, ഒരു മൂലയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ടു ദ ഓപ്പോസിറ്റ് സൈഡ്. എങ്ങോട്ടാണ് വരയ്ക്കുന്നത്? മാനത്തേക്കല്ല, ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരയ്ക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചു സാർ. ദാറ്റ്സ് ക്ലിയർ. ആൻഡ് ഡിവൈഡ്സ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ആൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇൻ ദ സെയിം റേഷ്യോ. അതായത് ഈ സൈഡിനെ കട്ട് ചെയ്ത റേഷ്യോയും ഈ ഏരിയ രണ്ടായി സ്പ്ലിറ്റ് ആയില്ലേ? അതായത് ഇതിൻ്റെ ഏരിയ ആയി മാറിയില്ലേ? ഈ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോവും എന്താണ്? സെയിം ആണെന്നുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ പഠിച്ചത്. ആൻഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ചുമ്മാ അങ്ങ് തുടങ്ങിയേക്കാം സാർ. ഇൻ ദ ഫിഗർ D. ഇതൊക്കെ എന്താ? എല്ലാം 2 പ്രാവശ്യം. D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC. D എന്താണ്? BCയുടെ മിഡ് പോയിന്റ് ആണ്. BCയുടെ മിഡ് പോയിന്റ് ആണ് D. ഓക്കെ, സീനൊന്നുമില്ല. D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC ആൻഡ് O ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AD. O എന്ന് പറഞ്ഞാൽ എന്താണ്? ADയുടെ മിഡ് പോയിന്റ് ആണ്. അതും നല്ല പോയിന്റ്. രണ്ടും ഈസ് ഗുഡ് പോയിന്റ്. ഓക്കെ. ഇഫ് ദ ഏരിയ ഓഫ് കളേർഡ് റീജിയൻ, ഈ കളർ ചെയ്ത റീജിയന്റെ ഏരിയ X എന്നല്ല 5 എന്നാണ്. ഒക്കെ ആരെ കച്ചറ കളിക്കുന്നത്? ഈ ഏരിയ ചെയ്ത കളർ ചെയ്ത ഏരിയയുടെ റീജിയന്റെ ഏരിയ 5 ആണെങ്കിൽ ABC എന്ന് പറഞ്ഞ മുഴുവൻ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ് എന്നാണ് മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത് 5 ആണ്, ഇത് 5 ആണ്. നമുക്ക് ആദ്യം ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ADC.
ട്രയാങ്കിൾ എ ഡി സി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിയുടെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച ഈ വരല്ലേ, ഈ വര എ ഡി എന്ന് പറഞ്ഞ സൈഡിനെ രണ്ട് ഈക്വൽ പീസ് അല്ലെങ്കിൽ 1:1 ആക്കിയാണല്ലോ മാറ്റുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഏരിയയും എന്തായിരിക്കും 1:1 അല്ലെങ്കിൽ സെയിം ആയിരിക്കും. സോ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും 5 ആയിരിക്കും. ആൻഡ് നമ്മൾ ആ പോയിന്റ് എഴുതേണ്ടത് എന്താണ്, ഈ ഒരു എ ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കുമ്പോൾ എ ഒയും ഒ ഡിയും തമ്മിലുള്ള അതേ കണക്ഷനാണ് ആര് തമ്മിലുണ്ടാകുക, എ ഒയും ഒ ഡിയും തമ്മിലുള്ള അതേ കണക്ഷനാണ് ആര് തമ്മിലുണ്ടാവുക, യെസ് സാർ, ട്രയാങ്കിൾ എ ഒ സിയുടെ പരപ്പളവും ട്രയാങ്കിൾ ഡി ഒ സിയുടെ പരപ്പളവും തമ്മിലുണ്ടാകുക. എ ഒ സി ബൈ ഡി ഒ സി ഇങ്ങനെ എഴുതാൻ പറ്റൂല. ട്രയാങ്കിൾ എ ഒ സിയുടെ പരപ്പളവ് ബൈ ട്രയാങ്കിൾ ഡി ഒ സിയുടെ പരപ്പളവ്. ആൻഡ് നമുക്കറിയാം ഓൾറെഡി ഒ എന്ന് പറഞ്ഞാൽ എന്താ, മിഡ് പോയിന്റ്, മധ്യബിന്ദു ആണ്. സോ എ ഒ സി അല്ലെങ്കിൽ എ ഒ ബൈ ഒ ഡി എന്താണ്, ഇത് മിഡ് പോയിന്റ് ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടും സെയിം അല്ലേ. സോ ഇവരുടെ റേഷ്യോ അംശബന്ധം എന്താ, ഈക്വൽ 1:1 അല്ലെങ്കിൽ 1/1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇത് എ ഒ ബൈ ഒ ഡി എന്താ 1/1 ആണ്. സോ ട്രയാങ്കിൾ എ ഒ സിയുടെയും ട്രയാങ്കിൾ ഡി ഒ സിയുടെയും ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്താ 1/1, സെയിം ആണ്. ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എന്ത്, ട്രയാങ്കിൾ ഒ ഡി സിയുടെ ഏരിയ 5 ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഏരിയയും എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റും, 5 ആണ്. സോ നമ്മൾ എഴുതും ട്രയാങ്കിൾ എ ഒ സിയുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ സി എത്രയാണ്, 5 cm² തന്നെയാണ് സാറേ. ഓക്കെ സാർ. സോ ഈ ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എ ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി, യെസ് സാർ, 5 + 5 10 cm² ആയിരിക്കും സാർ. ഞങ്ങൾക്ക് അത് കിട്ടി. സോ ഈ ഒരു സംഭവം നമുക്ക് കിട്ടി. ഏത്, ഈ ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര, 10 ആണ്. നമുക്ക് ഈ വലുതിൻ്റെ ആട്ടോ വേണ്ടിയത്, ഈ ഒരു സാധനത്തിൻ്റെ ആണ് നമുക്ക് എത്രന്ന് കിട്ടിയേ, 10 കിട്ടിയേ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ നോക്കുകയാണോ മക്കളെ, ഈ ഒരു ഫുൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഏത്, എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ് ഞാൻ ഇനി കൺസിഡർ ചെയ്യുന്നത്. ട്രയാങ്കിൾ എ ബി സി ഞാൻ എടുത്തു നോക്കുമ്പം മക്കൾസെ, ഈ എ ബി സിയുടെ ഒരു മൂലയായ എയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ച വരയാണല്ലോ ഇത്. ആൻഡ് നമുക്കറിയാം ഡി എന്താ, മധ്യബിന്ദു, മിഡ് പോയിന്റ് ആണ്. സോ ഇതും എന്താണ്, സെയിം ആണ്. ഓക്കെ. സോ ഒറ്റ പ്രാവശ്യം കൂടി ഈ ഒരു വലിയ ട്രയാങ്കിളിൻ്റെ എ എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവനും തമ്മിൽ എന്താണോ റേഷ്യോ, അതേ റേഷ്യോ ആയിരിക്കും ഇതിൻ്റെയും ഏരിയ തമ്മിൽ ഉണ്ടാകുക നമുക്കറിയാലോ. സോ അത് ഞാൻ എഴുതാണ്, ബി ഡിയും ഡി സിയും തമ്മിൽ എന്താണോ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം, അതേ അംശബന്ധമാണ് ഏതൊക്കെ ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിൽ ഉണ്ടാകുക മച്ചാമാരെ, ഏതൊക്കെ ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിൽ ഉണ്ടാകുക, എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ആരും, യെസ് ആർ, എ സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിൽ ഉണ്ടാകുക. ഓക്കെ. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം ഡി എന്താണ്, മിഡ് പോയിന്റ് ആണ്. സോ ബി ഡിയും ഡി സിയും തമ്മിലുള്ള കണക്ഷൻ എന്താ, സെയിം 1:1 ആണ്. ബി ഡിയും ഡി സിയും തമ്മിലുള്ള കണക്ഷൻ എന്താ, 1:1 ആണ്. സോ എ ബി ഡിൻ്റെയും എ സി ഡിൻ്റെയും ഏരിയ തമ്മിലുള്ള കണക്ഷൻ എന്തെന്നാ, 1:1 അല്ലെങ്കിൽ എന്താണ്, ഇവിടെ എത്രയാണോ അത് തന്നെയാണ് ഇവിടെയും വരിക. സോ നമുക്ക് പറയാൻ പറ്റും എ ബി ഡിയുടെ ഏരിയ എത്ര വരിക, യെസ് സാർ, എ ബി ഡിയുടെ ഏരിയയും 10 തന്നെയാണ് വരിക. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി = 10 എഴുതണേ മക്കളെ. സോ നമ്മളോട് ചോദിച്ചത് ടോട്ടൽ എ ബി സിയുടെ ഏരിയ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആണ് നമ്മളോട് ചോദിച്ചത്. എ ബി സി എങ്ങനെയാണ് കാണുക, ഇതും 10 ഞാനും കോയ നീയും കോയ, അപ്പോൾ 2 കോയ, ഇതും 10 അതും 10, അപ്പോൾ 2 10 20 cm² ആണ് എന്ത് വരുന്നത്, ആൻസർ വരുന്നത്. ഇത് ഇത്ര ഒന്നും ഇല്ലാണ്ട് മക്കൾക്ക് എന്ത് ചെയ്യുക, മൈൻഡിൽ ആലോചിച്ച് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു, പകുതിക്കേൽക്കാണ്. സോ ഇതും സെയിം. സോ ഇത് 5 ആണെങ്കിൽ ഇതും 5. സോ ഈ ടോട്ടൽ എത്രയാണ്, 10 കിട്ടി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇതും സെയിം ആണ്. സോ ഇത് 10 ആണെങ്കിൽ ഇതും 10, ടോട്ടൽ 20. ഇങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ. സോ സാർ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ, ഇൻ ട്രയാങ്കിൾ എ ബി സി, എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടലുള്ള ഈ എ ബിയുടെ 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി 3 പീസാക്കി എന്ന് വിചാരിക്കുക. ഈ ടോട്ടലുള്ള എ പി എന്ന് പറഞ്ഞാൽ
1/3 ഇൻറ്റു എ ബി. എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ ബിയുടെ 1/3. അതായത് എ ബി എന്ന് പറഞ്ഞ ആൾ എന്താണ്, എ ബിയുടെ 1/3 എന്ന് പറഞ്ഞാൽ എന്താ, അടിയിൽ 3 അല്ലേ, വിച്ച് മീൻസ് എ ബി എന്ന് പറഞ്ഞ ഈ ലൈൻ 3 ഈക്വൽ പീസാക്കി എന്ന് വിചാരിക്കുക. അതിൽ ഒരാൾ ആണ് ആര്, എ പി. അപ്പോൾ എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ ബി 3 പീസാക്കുകയാണെങ്കിൽ അതിൽ ഒരാളാണ് ആര്, എ പി. അപ്പോൾ ബാക്കി 2 ആളാണ് ആര്, യെസ്, പി ബി എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എ പിയും പി ബിയും തമ്മിലുള്ള റേഷ്യോ, അംശബന്ധം എ പി ബൈ പി ബി എത്രയായിരിക്കും സാറേ, 1/2 അല്ലെങ്കിൽ 1:2 അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിൻ്റെ ഡബിളാണ് ഇവിടെ വരിക എന്നുള്ളതായിരിക്കും. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി. ആൻഡ് പി ക്യൂ ബൈ ക്യൂ സി, പി ക്യൂവും ക്യൂ സിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഇവിടുന്ന് ഇവിടം വരെ ഇവിടുന്ന് ഇവിടം വരെയുള്ള കണക്ഷൻ എന്താണ്, 1:1. ഇത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ. സോ പി ക്യൂ ബൈ ക്യൂ സി ഈക്വൽ ടു 1:1 അല്ലെങ്കിൽ റേഷ്യോ നമുക്ക് എങ്ങനെയും എഴുതാം, 1/1 എന്നും എഴുതാം. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എ പി സിയുടെ ഏരിയ 14 സാറേ. ആരാ, എ പി സി, ഇവനാണ് എ പി സി. ഇതിൻ്റെ ഏരിയ 14 ആണെങ്കിൽ നമുക്ക് എന്താ അറിയേണ്ടത്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി പി സി. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത്, എങ്ങനെ മക്കളെ, എങ്ങനെ 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 ഒന്നും കൂടി എങ്ങനെ 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 ധൂം തരികട ധൂം തരികട ധൂം തരികട ധൂം, എങ്ങനെയാണോ, യെസ്, അതായത് ഇങ്ങോട്ട് പറഞ്ഞു, വാട്ട് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി പി സി. ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് തന്നു, 14 ആണെന്ന് തന്നു. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്ര എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. മക്കൾക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. സോ ഇവനും ഇവനും തമ്മിൽ എന്താണോ റേഷ്യോ അതേ റേഷ്യോ ആയിരിക്കും ഇവനും ഇവനും തമ്മിൽ ഉണ്ടാവുക. നമുക്കറിയാം ഇതേതാ റേഷ്യോ, എ പിയും പി ബിയും 1:2 ആണ്. അതായത് ഇവിടെ ഉള്ളതിൻ്റെ ഡബിൾ ആണ് ഇവിടെ. സോ ഇത് 14 ആണെങ്കിൽ ഈ ടോട്ടൽ എത്രയായിരിക്കും വരിക സർ, 28 ആയിരിക്കും വരിക. എത്ര വരിക, 28 ആയിരിക്കും വരിക. അപ്പോൾ മക്കൾ എങ്ങനെയാണ് അത് എഴുതി കൊണ്ടുവരിക, ഏതൊരു ട്രയാങ്കിളാണ് നമ്മൾ നോക്കേണ്ടത്, ഈ വലിയ ട്രയാങ്കിൾ നോക്കുമ്പോൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, യെസ്, അവിടെ എ പിയും പി ബിയും തമ്മിലുള്ള അതേ അംശബന്ധം റേഷ്യോ ആണ് ആര് തമ്മിൽ ഉണ്ടാവുക, യെസ് സാർ, ഈ ഒരു ട്രയാങ്കിൾ ഏത്, എ പി സിയുടെ ഏരിയയും ബി പി സിയുടെ ഏരിയയും തമ്മിലുണ്ടാവുക. എ പി സി ബൈ ബി പി സി രണ്ടിൻ്റെയും ഏരിയ തമ്മിൽ ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത് ഓൾറെഡി എ പിയും പി ബിയും തമ്മിലുള്ള ഏരിയ എത്രയാണെന്ന്, സോറി, റേഷ്യോ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 1:2 അല്ലെങ്കിൽ 1/2 ആണല്ലോ. അപ്പോൾ എ പി സിൻ്റെയും ബി പി സിൻ്റെയും ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്താ, 1/2 ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, എ പി സി 1 ആണെങ്കിൽ ബി പി സി എത്രയായിരിക്കും, 2 ആയിരിക്കും. ആൻഡ് നമുക്ക് തന്നിട്ടുണ്ട് എന്ത്, ഇതെത്ര, 14 ആണ്. അപ്പോൾ ഇതെത്രയായിരിക്കും, 28 ആയിരിക്കും. സോ നമ്മൾ പറയും ബി പി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഡബിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി പി സി, ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി പി സി ഈക്വൽ ടു 28 സെൻറ്റിമീറ്റർ സ്ക്വയർ. സർ ഞങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ബി ക്യു. പി ബി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ ആരാ, പി ബി ക്യു. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. സോ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാലോ, ടോട്ടൽ എത്രയാണ്, 28 ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഈ ചെറുതിൻ്റെ ഏരിയ എന്താണ് എന്നാണ് നമുക്കറിയേണ്ടത്. സോ ഈ ഒരു ട്രയാങ്കിളിലേക്കാണ് ഇനി നമ്മൾ നോക്കേണ്ടത് എന്ത്, ബി പി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ആര്, ബി പി സി ആണ് നമ്മൾ നോക്കേണ്ടത്. ഇത് നോക്കുമ്പോൾ മക്കൾസെ ഇവിടുന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ചു. സോ സി ക്യൂവും ക്യു ആറും തമ്മിൽ എന്താണോ കണക്ഷൻ, സി ക്യൂവും ക്യു ആറും തമ്മിൽ എന്താണോ കണക്ഷൻ അല്ലെങ്കിൽ റേഷ്യോ, അത് തന്നെയാണ് ഏതൊക്കെ ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിലും ഉണ്ടാവുക, ഏതൊക്കെ ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിലും ഉണ്ടാവുക. യെസ്, സി ബി ക്യു, ഇവന്മാർ പറഞ്ഞ പേര് തന്നെ കൊടുക്കുക അല്ലേ, ബി പി സി. ഓക്കെ, ബി പി സിയോ എന്തോന്ന്, പി ബി ക്യു. ഓക്കെ, പി ബി ക്യു. ഓക്കെ, സി ബി ക്യു ഏതൊക്കെ ട്രയാങ്കിളിൻ്റെ ഏരിയ, ഇവനും തമ്മിലുള്ള കണക്ഷനാണ് ഈ സി ബി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയയും പി ബി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിലുണ്ടാകുക. സി ബി ക്യു പി ബി ക്യു, സി ബി ക്യു പി ബി ക്യു, സി ബി ക്യു ബൈ പി ബി ക്യു എന്ന്. ആൻഡ് ഓൾറെഡി സി ക്യു ബൈ ക്യു ആർ എത്രയാണെന്ന് നമുക്കറിയാം. സി ക്യൂവും ക്യു ആറും തമ്മിലുള്ള റേഷ്യോ നോക്കി, പി ക്യൂവും ക്യു സിയും തമ്മിലുള്ള റേഷ്യോ ഒക്കെ കണക്ക് തന്നെ. പി ക്യൂവും ക്യു സി എന്ന് പറഞ്ഞാൽ ഇതും, സി ക്യൂവും ക്യു ആർ എന്ന് പറഞ്ഞാലും ഇതും തന്നെ. ഞാൻ എടുത്തോ ഓലെടുത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നേ ഉള്ളൂ. എനിവേ ഇതും തമ്മിലുള്ള റേഷ്യോ എന്താ,
1:1. ഇതും എന്താ സെയിം ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. സി ക്യൂവും ക്യു ആറും എന്താണ് സെയിം ആണ്, അതായത് 1:1 അല്ലെങ്കിൽ 1/1 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ സാർ, അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഏരിയ സെയിം ആയിരിക്കൂലേ? ഇതിൻ്റെ ഏരിയ സെയിം ആയിരിക്കൂലേ? ടോട്ടൽ എത്രയാണ് ഏരിയ എന്ന് നമുക്കറിയാം. ഇവിടെ 28 ആണെന്നറിയാം. ഇതും സെയിം ആണെങ്കിൽ ഓരോന്നും എത്രയാണ് ഉണ്ടാകുക? 14 അല്ലേ ഉണ്ടാകുക. സോ PBQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും? ടോട്ടൽ 28. ഇത് 1:1 ആണെങ്കിൽ ഇതും 1:1. അപ്പോൾ ഇതും 14, ഇതും 14. സോ PBQവിൻ്റെ ഏരിയ ഓഫ് PBQ എത്രയാണ്? PBQ എത്രയാണ്? യെസ് സാർ, 14 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അങ്ങനെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ക്വസ്റ്റ്യൻ്റെ ആൻസറുമായി. ആൻഡ് സി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ BAC? ആരാടാ BAC? ഈ ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു ഇത് 14 ആണ്. ആൻഡ് കണ്ടുപിടിച്ചു ഈ ടോട്ടൽ എത്രയാണ്? 28 ആണ്. അപ്പോൾ ABCയുടെ ഏരിയ എന്താ വരിക? സി ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ ABCയുടെ ഏരിയ എന്താ വരിക? ആദ്യത്തേത് ഏതാണെന്നറിയാം, 14. ഇതെത്ര? 28. സോ 14 + 28 = 42 സെൻറ്റിമീറ്റർ സ്ക്വയർ. സെറ്റാണോ മക്കളെ? 3 ക്വസ്റ്റ്യൻ്റെയും ആൻസർ സെറ്റാണോ? സെറ്റാണോടാ? സർ സെറ്റാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഏത് വന്നാലും ഞങ്ങൾ ചെയ്യും. ഉറപ്പുള്ള കാര്യമാണല്ലോ? ഉറപ്പുള്ള കാര്യമാണ്. സോ 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താലോ? 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓഹോ, മലയാളം ഇതാ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മലയാളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. മലയാളം ബ്യൂട്ടിഫുളോസ്കി ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടേ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി. ത്രികോണം ABCയിൽ APയുടെ നടുവരയാണ് G. അങ്ങനല്ല, ത്രികോണം APCയിൽ AP നടുവരയാണ്. AP എന്ന് പറഞ്ഞാൽ നടുവരയാണ്, അല്ലെങ്കിൽ എന്താ ഇംഗ്ലീഷ് പറയാ? സെൻട്രോയിഡ് ആണ് എന്നാണ് പറഞ്ഞത്. സോ മക്കളെ, ഈ ഒരു സെഷനിൽ സെൻട്രോയിഡ് എന്താ നമ്മൾ പഠിക്കുന്നില്ല. പക്ഷേ ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്കറിയണം എന്താണ് സെൻട്രോയിഡ് അല്ലെങ്കിൽ എന്താണ് മീഡിയൻ നടുവര എന്നറിയണം. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഈ ഒരു ലൈനിലെ ഇതിനെയാണ് മീഡിയൻ എന്ന് പറയുക. സോ എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും മീഡിയൻ വരയ്ക്കാലോ? വരയ്ക്കാം സാർ, മീഡിയൻ നടുവര വരയ്ക്കാം. ആൻഡ് 2 മീഡിയനും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മധ്യമ കേന്ദ്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഒരു കാര്യം മക്കൾ മനസ്സിലാക്കണം, ഈ ഒരു മീഡിയൻ്റെ മുകളിൽ സെൻട്രോയിഡ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സെൻട്രോയിഡ് നമ്മളുടെ മീഡിയനെ 2 പീസാക്കി മാറ്റുന്നുണ്ട്. ഈ 2 പീസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, 2:1. ഈ വലിയ പീസ് 2 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇത് ഈ ഒരു സെഷനിലല്ല നമ്മൾ പഠിക്കുന്നത്, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ അത് ആവശ്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക ഇവിടെ. യെസ്, APC, AP എന്താണ്? മീഡിയൻ ആണ്, അല്ലെങ്കിൽ എന്താണ്? നടുവരയാണ്. G എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് ആണ്, അല്ലെങ്കിൽ എന്താണ്? മധ്യമ കേന്ദ്രമാണ്. ഇത് സെൻട്രോയിഡ് ആണ്, ഇത് മീഡിയൻ ആണ് എന്ന് പറയുമ്പോൾ തന്നെ മക്കൾ മനസ്സിലാക്കണം, AGയും GPയും തമ്മിലുള്ള റേഷ്യോ AG/GP എത്രയാണെന്ന് മനസ്സിലാക്കണം. 2:1 അല്ലെങ്കിൽ 2/1 ആണെന്ന് മനസ്സിലാക്കണം. ആൻഡ് എന്താ? ABC. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇഫ് AP 12 ആണെങ്കിൽ AGയും GPയും എത്ര? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. AP 12 ആണെങ്കിൽ AGയും GPയും എത്ര? എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ ചെയ്യും? അതായത് ഈ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ഇവിടുന്ന് ഇവിടം വരെ 12 ആണ്. ഈ ടോട്ടൽ എത്രയാണ്? 12 ആണ്. ഇത് ഏത് റേഷ്യോയിലാണ് കട്ടായത്? 2:1. അങ്ങനെയെങ്കിൽ AG എത്ര? GP എത്ര? മക്കളെ, AG കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ AG = നമുക്കറിയാം ഈ ടോട്ടൽ ലെങ്ത് എത്രയാ? 12 ആണ് സാറേ. സോ ആ 12 എഴുതുക ഇൻറ്റു. ആൻഡ് സർ, ഈ 12നെ ഏത് റേഷ്യോയിലാണ് കട്ടാക്കിയത്? 2:1. ഇവിടെ 2, ഇവിടെ 1, അതായത് ആകെ 3 ഉണ്ട് അല്ലേ? സോ ടോട്ടൽ 3 പാർട്ടാക്കിയിട്ടാണ് കട്ടാക്കിയത്. ആ 3 താഴെ എഴുതുക. ആൻഡ് നമുക്ക് വേണ്ട AGയിൽ ശരിക്കും അതിൻ്റെ എത്ര പാർട്ടാണുള്ളത്? 2 പാർട്ടാണുള്ളത്. ആ 2 മുകളിൽ എഴുതുക. സോ നമ്മുടെ ആൻസർ 12 × 2 24/3, 8 സെൻറ്റിമീറ്റർ ആണ് സാറേ. അതുപോലെ AG നമ്മൾ കണ്ടുപിടിച്ചു. GP എന്തായിരിക്കും സാർ? GP 12 × ഇവിടെ നമുക്ക് വേണ്ട എത്ര ഭാഗമേ ഉള്ളൂ? ഒരു ഭാഗമേ ഉള്ളൂ. ടോട്ടൽ എത്ര ഭാഗം? 3 ഭാഗം. അപ്പോൾ 12/3 എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ് സാറേ. അല്ലെങ്കിൽ ടോട്ടൽ 12 ആണെന്നറിയാം. ഇത് 8 ആണെങ്കിൽ ഇതെത്ര?
4 നമുക്ക് പറയാൻ പറ്റും. സോ എ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി എന്താണ് ബി ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇഫ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി പി ജി 10 ആണെങ്കിൽ ബി പി ജിയുടെ ഏരിയ ആരാടാ ബി പി ജി? ഓക്കെ, ഇതിൻ്റെ ഏരിയ 10 ആണെങ്കിൽ ബി പി ജിയുടെ ഏരിയ 10 ആണെങ്കിൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ജി എ? ബി ജി എയുടെ ഏരിയ എന്ത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഏത് ട്രയാങ്കിളാണ് നോക്കേണ്ടത്? എ ബി പി. ഈറ്റ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എ ബി പി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ബിയിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ ഉണ്ട്. അപ്പോൾ എ ജിയും ജി പിയും തമ്മിൽ എന്താണോ റേഷ്യോ, എ ജി ബൈ ജി പി എന്താണോ അത് തന്നെയായിരിക്കും ഏതൊക്കെ ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ? എ ജിയും ജി പിയും തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും ഏതൊക്കെ ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിലുള്ള റേഷ്യോ? ബി ജി എ എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ബി ജി എ ബൈ ആരേരിയടാ ബി പി ജി എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ആൻഡ് ഓൾറെഡി നമുക്കറിയാം എ ജി ബൈ ജി പി എത്ര? എ ജിയും ജി പിയും തമ്മിലുള്ള റേഷ്യോ 2/1. സോ ഇതും തമ്മിലുള്ള റേഷ്യോ എത്ര? 2/1. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1, അതിൻ്റെ പകുതി. സോ ഇവിടെ എത്ര നമുക്കറിയില്ല, ഇവിടെ പകുതിയാണ് 10, പകുതി 10 ആണ്, ഇവിടെ എത്ര 20. സോ ട്രയാങ്കിൾ ബി പി ജിയുടെ ഏരിയ അല്ലെങ്കിൽ ബി ജി എയുടെ ഏരിയ എത്രയാണ്? ഇവിടെ 10 ആണല്ലേ, അപ്പോൾ ഇവിടെ എത്ര വരിക? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് സാറേ വരിക. സെറ്റാണോടാ? സെറ്റാണോ? എല്ലാവർക്കും സെറ്റാണോ? എങ്ങനെയുണ്ട്? ഈസി പ്രോബ്ലം അല്ലേ? മലയാളം ഇവിടെയുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ എന്തായിട്ടുള്ളൂ മക്കളെ. ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ എന്താണ് ബ്രിഡ്ജ് എന്നൊക്കെ ഭയങ്കര സംഭവമാക്കിയിട്ട് ആ ചാപ്റ്റർ ഒഴിവാക്കി ഇത് ഒഴിവാക്കി ഞങ്ങൾക്ക് ആവില്ല തലവേദനാകുന്നൊന്നും ആലോചിക്കേണ്ട. എനിക്കുറപ്പാണ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വന്നിരിക്കും. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി, എജുപോർട്ട് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല, അശൽ സാർ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല, മൂപ്പരെ ക്ലാസ് ഒന്നും ഇനി കാണണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് എജുപോർട്ടിൻ്റെ നമ്മളുടെ ക്ലാസ്സിൻ്റെ താഴെ നിങ്ങൾ വന്ന് കമൻറ്റ് ഇട്ടോളി മക്കളെ. സോ മൊത്തം പഠിച്ച് സെറ്റാക്കി തൂഫാനാക്കി ഇരിക്കുക. നമുക്ക് ഇനിയും വീണ്ടും കണ്ടുകൊണ്ടിരിക്കാം. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദ പ്രസന്റേഷൻ ഏരിയ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ഗുഡ് ബൈ.